അപ്പോൾ എല്ലാവർക്കും സ്വീറ്റ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പഴയതല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ടയർ വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു അക്വേറിയം അല്ലെങ്കിൽ നമുക്ക് ചെടിയൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പോട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ പഴയൊരു ടയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വർക്ക്ഷോപ്സിലൊക്കെ വെറുതെ കിടക്കുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നല്ലൊരു അക്വേറിയം അല്ലെങ്കിൽ നമ്മൾ പോട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടയർ അക്വേറിയം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, പെട്ടെന്നൊന്നും കേട് വരുന്നില്ല. പിന്നെ ഇതിൽ നമുക്ക് നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് ആയിട്ടുള്ള താമര, ആമ്പൽ അതുപോലത്തെ ചെടികളും, ഇതല്ലെങ്കിൽ നമുക്ക് മണ്ണൊക്കെ ഇട്ടിട്ട് സാധാരണ ചെടികളും, ഇല്ലെങ്കിൽ നമുക്കിതിൽ മീനുകളും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നല്ല അടിപൊളി ടയർ അക്വേറിയം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുൻപ് നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിടണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പഴയൊരു ടയറാണ്. ഞാനിവിടെ ഒരു ആക്റ്റീവയുടെ പഴയൊരു ടയർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊരു ടയറും യൂസ് ചെയ്യാം, കാറിൻ്റെ അതുപോലത്തെ ഏതൊരു ടയറും യൂസ് ചെയ്യാം. ഈ ഒരു ടയർ നിങ്ങൾ നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം ചാർട്ട് അല്ലെങ്കിൽ നിങ്ങൾ കാർഡ്ബോർഡിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ടും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ഈ ടയർ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾ നല്ല ഷാർപ്പായിട്ടുള്ളൊരു കത്തി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു എഡ്ജിൽ നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. കുറച്ച് പാടാണ് ഈ ടയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല ഷാർപ്പായിട്ടുള്ളൊരു കത്തി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടയർ കുറച്ച് ചൂടാവും. ആ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ലാസ്റ്റായിട്ട് ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഇനി നമുക്കുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ടയർ നമുക്ക് തിരിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. ഇനി ഒരാളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം അടിയിലേക്കായിട്ട് വെച്ചതിന് ശേഷം ഈ മുകൾ ഭാഗത്തായിട്ട് ഒരാൾ ഇതുപോലെ ഒന്ന് ചവിട്ടി പിടിക്കുകയാണെങ്കിൽ നമ്മൾ അടിയിൽ നിന്ന് മറ്റൊരാൾ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് മെല്ലനെ ഇങ്ങനെ തിരിഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ടയർ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഒരു ലോട്ടസിൻ്റെ ഷേപ്പിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അടിഭാഗം ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ രീതിക്ക് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിഭാഗത്തായിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ടയർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ എം സാൻഡും സിമെൻറ്റും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം.
ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ടയറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ നമ്മൾ സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് കമ്പികൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ സാധാരണ കമ്പികളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് കമ്പി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് പൊട്ടാതെ ഇരിക്കും. ഞങ്ങളത് ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കമ്പികൾ വെച്ചതേ ഉള്ളൂ. കൊടയുടെ കമ്പിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ കമ്പികൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് സിമെൻറ്റ് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ ഒപ്പായിട്ട് ചെയ്തെടുക്കണം. അടിഭാഗം നല്ല ഫ്ലാറ്റായിട്ട് വരുന്ന പോലെ ഒപ്പാക്കി കൊടുക്കാം. ഇനി ഇതിന് ശേഷം ഇത് ഒരു ദിവസം നന്നായി ഡ്രൈ ആയതിന് ശേഷം നമ്മളിതിൽ വെള്ളം ഒഴിച്ചിടണം. ഒരു 2-3 ദിവസം വെള്ളം ഒഴിച്ചിടണം. നമ്മളിതിൽ മീനുകളാണ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സിമെൻറ്റിൻ്റെ പുളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. ഇപ്പം നിങ്ങൾ ചെടിയൊക്കെ വെക്കാനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്കിലായിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം. നിങ്ങൾ സിമെൻറ്റ് വെക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതിയാവും. ഇത് 2-3 ദിവസം നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ടിട്ട് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് വൈറ്റ് കളർ പെയിൻറ്റ് അടിക്കാം. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഗോൾഡൻ അടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്കിൻ്റെ മുകളിൽ നമ്മൾ ഗോൾഡൻ അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത്ര നമുക്ക് ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ ആദ്യം ഒന്ന് വൈറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഗോൾഡൻ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് എല്ലാ ഭാഗത്തുമായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഗോൾഡൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം അടിച്ച കോട്ടിങ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ രണ്ടാമത്തെ കോട്ടിങ് കൂടി നമുക്ക് കൊടുക്കാം. അപ്പോഴാണ് നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിതിൽ മീനുകളാണ് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ പെയിൻറ്റിൻ്റെ സ്മെല്ലൊക്കെ ഉള്ള കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു 2-3 ദിവസം വെള്ളം ഒഴിച്ചിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിൻ്റെ മണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ദിവസം നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം മാറ്റി കൊടുക്കണം. അപ്പോഴാണ് ശരിക്കും നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ പെയിൻറ്റിൻ്റെ സ്മെല്ല് മാറുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ട് 2-3 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിൻ്റെ മണമൊക്കെ ശരിക്കും നന്നായി മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് മീനുകളൊക്കെ ഇടാം. അപ്പോൾ ആദ്യം ഞാനിത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ടയറിൻ്റെ പീസ് നന്നായി പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ടയറിൻ്റെ ഈ ഒരു പോട്ട് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു ലോട്ടസിൻ്റെ ഒരു ഷേപ്പ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കളർ സ്റ്റോൺസ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീനുകളൊക്കെ പിടിച്ചിടാം. അപ്പോൾ നമ്മുടെ ടയർ അക്വേറിയം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലരുടെ വീട്ടിലൊക്കെ ടയറൊക്കെ വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ടയറൊക്കെ ഒന്ന് എടുത്തിട്ട് ഇതുപോലൊരു അക്വേറിയം അല്ലെങ്കിൽ പോട്ടൊന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് ആയിട്ടുള്ള താമരയോ ആമ്പലോ അല്ലെങ്കിൽ നിങ്ങൾ മീനുകൾ ഇട്ടിട്ട് നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്